ഇന്ന് ഓഗസ്റ്റ് 16. സോ എന്നത്തെയും പോലെ ഇന്നത്തെയും കുറച്ച് മേജർ സയന്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് പരിചയപ്പെടുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട 4 ഇവന്റ്സ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, 2003 ഓഗസ്റ്റ് 16 കുറച്ച് കെമിസ്ട്രികൾ കാനഡയിലെ ഒട്ടാവയിൽ ഒത്തുകൂടി ഒരു കെമിക്കൽ എലമെന്റ് 1 ടണ്ണിന് ഡാംസ്റ്റാഡിയം എന്ന പേരും അതിന് DS എന്ന സിംബലും നൽകി വോട്ട് ചെയ്ത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 1994 ജർമ്മനിയിലെ ഹൈ എനർജി ഫിസിക്സ് ലബോറട്ടറിയിലാണ് ഇത് ആദ്യമായി തിരിച്ചറിഞ്ഞത്. ജർമ്മനിയിലെ ഡാംസ്റ്റാഡിലുള്ള GSI എന്നറിയപ്പെടുന്ന ലബോറട്ടറി ഫോർ ഹെവി അയോൺ റിസർച്ചിലെ ശാസ്ത്രജ്ഞർ ഇൻവെന്റേഴ്സിന്റെ ഒരു പ്രത്യേക അവകാശം ഉപയോഗിച്ച് അതിന് പേര് നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. എലമെന്റിന് ഈ ഒരു പേര് നൽകുക വഴി ഡാംസ്റ്റാഡ് എന്ന പട്ടണത്തെ അനുസ്മരിക്കുന്നു. IUPAC ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി 80-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കെമിസ്ട്രികളുടെ ഒരു സംഘടനയാണ്. സയൻസിൽ ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ ടേംസും സിംബൽസും കണ്ടുപിടിക്കുക എന്നത് ഈ ഒരു ഓർഗനൈസേഷന്റെ ഔദ്യോഗിക ചുമതലകളിൽ ഒന്നാണ്. സെക്കൻഡ് വൺ, പാരച്യൂട്ട് ജംപ്. 1960 ഓഗസ്റ്റ് 16 ക്യാപ്റ്റൻ ജോസഫ് W. കിറ്റിംഗർ 1,02,800 അടി ഉയരത്തിൽ ഒരു ബലൂണിൽ നിന്നും ഏറ്റവും ദൈർഘ്യമേറിയ പാരച്യൂട്ട് ജംപ് റെക്കോർഡ് ചെയ്തത്. ന്യൂ മെക്സിക്കോയ്ക്ക് മുകളിലൂടെ തന്റെ പ്രധാന 28 ഫീറ്റ് പാരച്യൂട്ട് തുറക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം 4 മിനിറ്റ് 49 സെക്കൻഡ് കൊണ്ട് 84,700 അടി അല്ലെങ്കിൽ 16.4 മൈൽ, അതായത് 31.3 കിലോമീറ്ററാണ് താഴേക്ക് വീണത്. അദ്ദേഹത്തിന്റെ പ്രധാന പാരച്യൂട്ട് തുറക്കുന്നതിന് മുമ്പ് മാരകമായ ഫ്ലാറ്റ് സ്പിൻ തടയാൻ ഒരു 6 ഫുട്ട് കനപ്പ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ഫ്രീ ഫാൾ സ്ഥിരപ്പെടുത്തി. ഫ്രീ ഫാൾ സമയത്ത് ഉയർന്ന ഉയരത്തിൽ അപൂർവമായ വായുവിൽ 714 മീറ്റർ പെർ അവർ, അതായത് 1149 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് അദ്ദേഹം വീണത്. ഒരു പ്രഷർ സ്യൂട്ട് അദ്ദേഹം ധരിച്ചിരുന്നു. വസ്ത്രങ്ങളുടെ പാളികൾ 0-ന് താഴെയുള്ള ടെമ്പറേച്ചറിൽ സംരക്ഷണം നൽകി. ബഹിരാകാശത്ത് നിന്ന് വീണാലും മനുഷ്യന് അതിജീവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഈ ഒരു പാരച്യൂട്ട് ജമ്പിലൂടെ തെളിയിച്ചു. തേർഡ് വൺ, ക്വീൻ വിക്ടോറിയ ടെലിഗ്രാഫ് US പ്രസിഡന്റ്. 1858 ഓഗസ്റ്റ് 16 വിക്ടോറിയ രാജ്ഞി ലണ്ടനിൽ നിന്നും US അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ ആദ്യത്തെ ഔദ്യോഗിക ടെലിഗ്രാഫ് സന്ദേശം അയച്ചത്. വാഷിംഗ്ടൺ DC-യിൽ പ്രസിഡന്റ് ബുക്കാനനുള്ള രാജ്ഞിയുടെ സന്ദേശം രാവിലെ 10:50 സംപ്രേഷണം ചെയ്യാൻ തുടങ്ങി. അടുത്ത ദിവസം പുലർച്ചെ 4:30 പൂർത്തിയാക്കി. ഈ ഒരു സന്ദേശം ന്യൂ ഫൗണ്ട് ലാൻഡിലെത്താൻ ഏകദേശം 18 മണിക്കൂർ എടുത്തു. 509 അക്ഷരങ്ങൾ അടങ്ങിയ 99 വാക്കുകളാണ് ഉണ്ടായിരുന്നത്. ഒരക്ഷരത്തിന് ശരാശരി 2 മിനിറ്റ് സമയമെടുത്തു. ന്യൂ ഫൗണ്ട് ലാൻഡിൽ ഉടനീളം സന്ദേശം ഫോർവേഡ് ചെയ്തത് തൂണുകളിൽ പിന്തുണയ്ക്കുന്ന ഒരു ഓവർഹെഡ് വയർ ഉപയോഗിച്ചാണ്. ആദ്യകാല ട്രാൻസ് അറ്റ്ലാന്റിക് കേബിൾ എന്ന വിശേഷണം ലഭിച്ച ഇത് പിന്നീട് 1 മാസത്തിനുള്ളിൽ നശിച്ചു പോവുകയാണ് ഉണ്ടായത്. ദ ലാസ്റ്റ് വൺ, ദ സയാമീസ് ട്വിൻസ്. 1829 ഓഗസ്റ്റ് 16 യഥാർത്ഥ സയാമീസ് ഇരട്ടകളായ ചാങ് യങ് ബങ്കർ എന്നിവർ വെസ്റ്റേൺ വേൾഡിനെ അവർ എന്താണെന്ന് കാണിക്കാൻ സാഷ്യം എന്ന കപ്പലിൽ ബോസ്റ്റണിൽ എത്തിയത്. തായ്ലൻഡിലെ സിയാമിൽ ചൈനീസ് മാതാപിതാക്കളിൽ നിന്നാണ് ഇവർ ജനിച്ചത്. US കുടിയേറിയ ശേഷം അവർ ബംഗർ എന്നത് അവരുടെ കുടുംബ പേരായി സ്വീകരിച്ചു. റോബർട്ട് ഹണ്ടർ എന്ന ബ്രിട്ടീഷ് വ്യാപാരിയാണ് 1829 ഒരു ലോക പര്യടനത്തിൽ ഇവരെ കണ്ടെത്തുകയും ഒരു കൗതുക വസ്തുവായി ഇവരെ പ്രദർശിപ്പിക്കാൻ അവരുമായി കരാർ ചെയ്യുകയും ചെയ്തത്. എന്നാൽ പിന്നീട് അവർ തന്നെ ഈ ഒരു കരാർ വേണ്ടെന്ന് വെച്ച് സ്വയം ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ഉണ്ടായത്. ഇതേപോലെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഈ ദിവസത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ഇവന്റ്സ് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. സോ ഇതേപോലെ മറ്റ് പല ഇവന്റ്സ് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.